ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഏതെന്നറിയോ? വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യമാണ് ഫിൻലാൻഡ്. എന്നാൽ ഈ ഫിൻലാൻഡിനെ കുറിച്ച് വിചിത്രമായ മറ്റൊരു ന്യൂസ് നിങ്ങൾക്കറിയാം. ലോകത്ത് ഏറ്റവും കൂടുതൽ ആത്മഹത്യാ നിരക്കുള്ള രാജ്യവും ഈ ഫിൻലാൻഡാണ്. അങ്ങോട്ട് കണക്റ്റ് ആവണില്ല അല്ലെ? എന്തുകൊണ്ടാണ് ഇത്രയൊക്കെ സുഖ സൗകര്യങ്ങളുള്ള സുരക്ഷിതത്വമുള്ള ഒരു രാജ്യത്ത്, സന്തോഷമായിട്ടുള്ള ആളുകൾ ജീവിക്കുന്ന ഒരു രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആത്മഹത്യാ റേറ്റ് ഉള്ളത്? ഇവിടെയാണ് മനുഷ്യന്റെ മനഃശാസ്ത്രം നമ്മൾ പരിശോധിക്കേണ്ടത്. ഇന്നത്തെ വീഡിയോയില് മനുഷ്യർ എന്തുകൊണ്ടാണ് ഒന്നിലും സാറ്റിസ്ഫൈഡ് ആവാത്തത്, എന്തൊക്കെയാണ് അതിന്റെ റീസൺസ് എന്നതിനെ കുറിച്ചുള്ള ഒരു പഠനമാണ് നമ്മൾ നടത്തുന്നത്. ഒരു 10 റീസൺസ് ഇതിന് പിന്നിലുണ്ട്. ഈ 10ാമത്തെ റീസൺ നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ 10 കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ഒരു അവലോകനം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ് നമ്മുടെ സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ എന്നുള്ള ഒരു അവയർനെസ് നമുക്ക് ഉണ്ടാവും. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ടും കാണാം. മനുഷ്യന്റെ സൈക്കോളജി, ഒന്നിനും തൃപ്തരല്ലാത്തൊരവസ്ഥ. അതിന്റെ പ്രധാനപ്പെട്ട 1ാമത്തെ കാരണമാണ് സോഷ്യൽ കമ്പാരിസൺ, അതായത് മറ്റുള്ളവരുമായിട്ടുള്ളൊരു താരതമ്യം. ഉദാഹരണമായിട്ട്, ഞാൻ നല്ലൊരു വീട് വെച്ചു, ഒരുപാട് സ്വപ്നം കണ്ട്, കുറേ ഡിസൈൻസ് ഒക്കെ പലയിടത്തും പോയി കണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ട് പരിചയപ്പെട്ട് ഞാൻ എൻ്റെ ഇഷ്ടത്തോടെ കൂടി ഉണ്ടാക്കിയിട്ടുള്ളൊരു വീട്. ആ വീട്ടിൽ കുറച്ചു കാലം ഞാൻ അടിപൊളിയായിട്ട് താമസിക്കും. കുറച്ച് കഴിയുമ്പോൾ ഒരു തൃപ്തിയില്ലായ്മ, അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് എൻ്റെ റിലേറ്റീവ്സോ മറ്റാരെങ്കിലും കുറച്ചും കൂടെ വലിയൊരു വീട്, അല്ലെങ്കിൽ കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇന്റീരിയറും കാര്യങ്ങളിലൊക്കെ ഉള്ള വീട് ഉണ്ടാക്കി, അത് കാണുമ്പോൾ നമുക്കൊരു നെഗറ്റീവ് അടിക്കല്. അയ്യോ, എൻ്റെ വീട് കുറച്ച് ചെറുതായി പോയോ, അല്ലെങ്കിൽ കുറച്ചും കൂടെ മെച്ചപ്പെടുത്തായിരുന്നു എന്നുള്ളൊരു ചിന്ത. ഇനി മറ്റൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാനൊരു ഫോൺ വാങ്ങി, ഇപ്പോൾ ലേറ്റസ്റ്റ് വേർഷനാണ്. അപ്പോൾ ഞാനത് വാങ്ങിയപ്പോൾ ആളുകളൊക്കെ എന്നെ അപ്രീഷിയേറ്റ് ചെയ്തു, അടിപൊളി, ഞാൻ സന്തോഷമായി. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞ് എൻ്റെ ഒരു ഫ്രണ്ട് അന്നത്തെ ലേറ്റസ്റ്റ് മോഡൽ ഒരു ഫോൺ വാങ്ങി. അപ്പം എനിക്കൊരു കമ്പാരിസൺ, അയ്യോ, ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വാങ്ങിയാൽ മതിയായിരുന്നു, എനിക്ക് കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷൻ കിട്ടുമായിരുന്നു എന്നുള്ളൊരു ചിന്ത. അപ്പം ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത അവസ്ഥ. മറ്റുള്ളവരെങ്ങനെ കമ്പയർ ചെയ്യുക, നമുക്കുള്ളതല്ല നമ്മുടെ ചിന്ത, മറ്റുള്ളവർക്ക് അവർക്ക് എന്തുണ്ട്, അല്ലെങ്കിൽ നമ്മളെക്കാട്ടിലും അവർ കൂടുതലായോ, അല്ലെങ്കിൽ നമ്മൾ ചെറുതായോ എന്നുള്ളൊരു ചിന്തയാണ്. ഇനി ഇങ്ങനെ സന്തോഷം കുറയുന്നതിന്റെ 2ാമത്തെ ഒരു കാരണമാണ് ഹെഡോണിക് അഡാപ്റ്റേഷൻ എന്ന് പറയും. അതായത് നമുക്കൊരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞ പോലെ, നമ്മളൊരു വീടുണ്ടാക്കി അല്ലെങ്കിൽ നല്ലൊരു കാറ് വാങ്ങി, അത് കുറച്ചു കാലം നമ്മളത് യൂസ് ചെയ്യും. അത് കഴിഞ്ഞാൽ നമ്മൾ അതിനോട് പൊരുത്തപ്പെടും അല്ലെങ്കിൽ പരിചയപ്പെടും. ആ ഒരു പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനോടുള്ളൊരു ഭ്രമം അല്ലെങ്കിൽ അതിനോടുള്ളൊരു ഇഷ്ടം നമുക്ക് നഷ്ടപ്പെടും. അതിലൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലായ്മ, അല്ലെങ്കിൽ അതിനോടുള്ളൊരു സന്തോഷം നമുക്ക് കുറഞ്ഞു വരും. അത് കാരണം നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം കുറയുന്നൊരവസ്ഥ. ഇതും മനുഷ്യന്റെ സൈക്കോളജിക്കൽ റീസൺ ആണ്, ഹെഡോണിക് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. ഈ കൊച്ചു കുട്ടികളൊക്കെ കണ്ടിട്ടില്ലേ, നല്ല പുതിയൊരു കളിപ്പാട്ടം കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് ദിവസം അത് ഭയങ്കരമായിട്ട് അവർക്ക് ഭയങ്കര പ്രിയമായിരിക്കും, അത് കയ്യിൽ നിന്ന് വെക്കാതെ കൊണ്ട് നടക്കും. പക്ഷെ ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ പിന്നെന്താ, അതിനോട് നോക്കേയില്ല. അപ്പൊ നമ്മളിങ്ങനെ വിചാരിക്കും, എത്ര കഷ്ടപ്പെട്ട് അവൾക്ക് അത്രയും ആഗ്രഹിച്ച് ഞാൻ വാങ്ങിക്കൊടുത്തൊരു സാധനം ഇപ്പൊ അവൾക്കൊരു മൈൻഡും ഇല്ല അല്ലേ, നമ്മൾ വിചാരിക്കും. ചെറിയ കുട്ടി, അതാണ് ഇതിന്റെ റീസൺ, അതാണ് ഒരു അഡാപ്റ്റേഷൻ. നമ്മൾ അതിനോട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞു, അതുകൊണ്ടുള്ള പ്രിയം കഴിഞ്ഞു. ഇനി 3ാമത്തെ റീസൺ എന്താ വെച്ചാൽ, നമ്മുടെ ആഗ്രഹങ്ങൾ ഒരു നെറ്റ്വർക്ക് പോലെയാണ്, എവിടെയും അവസാനിക്കുന്നില്ല. ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ കിട്ടണം എന്നുള്ളൊരു ചിന്ത. ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ എനിക്ക് ജോലിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ നടക്കുന്ന ഒരു സമയത്ത് ഞാൻ ആഗ്രഹിക്കുകയാണ്, ഒരു 10,000 രൂപ അല്ലെങ്കിൽ 10,000 രൂപ കിട്ടുന്ന ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു, ഭയങ്കര ഹാപ്പി ആയിട്ട് കഴിയായിരുന്നു. അതൊന്ന് കിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾ ആലോചിക്കും. പക്ഷെ അത് ഞാൻ ആഗ്രഹിച്ച് ഞാൻ അത്യാവശ്യം പണിയെടുത്ത് അത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു കാലമൊക്കെ ഹാപ്പി ആയിട്ട് പോകും. പിന്നെ ഞാൻ ചിന്തിക്കുകയാണ്, അയ്യോ, ഇതുകൊണ്ടൊന്നും തികയൂല, കുറച്ചൊരു 30,000 കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ജീവിക്കായിരുന്നു, അങ്ങനെ ഒരു ചിന്ത. ഈ 30,000 കിട്ടി, ഇപ്പൊ പ്രൊമോഷനൊക്കെ ആയി 30,000 സാലറി ആയി കഴിഞ്ഞാൽ അപ്പോഴും എന്റെ ചിന്ത എന്തായിരിക്കും, ഒരു 50-60 ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വലിയ തട്ടുമുട്ടില്ലാതൊക്കെ പോവുമായിരുന്നു. അങ്ങനെ ചിന്ത. അതാണ് നമ്മുടെ ഈ ഒരു നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. നമ്മുടെ ചിന്തകൾ ഇങ്ങനെ നെറ്റ്വർക്ക് പോലെ പോവുകയാണ്. ഇതാണ് മനുഷ്യന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. ഇനി നമ്മൾ സാറ്റിസ്ഫൈഡ് ആവാതിരിക്കാനുള്ള 4ാമത്തെ ഒരു കാരണം എന്താ വെച്ചാല്, എല്ലാവരിലും അംഗീകാരം നമുക്ക് കിട്ടണം എന്നുള്ളൊരു ചിന്ത. ഉദാഹരണമായിട്ട് ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മൾ പുതിയൊരു ഡ്രസ്സ് വാങ്ങി, അതെടുത്ത് നമ്മൾ കല്യാണത്തിനോ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ അടിയൊക്കെ ഇറങ്ങുമ്പോൾ കുറച്ച് പേര് അതിനെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞു, നല്ല അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറാണ്. വളരെ കുറച്ച് ആളുകൾ പറഞ്ഞു, ഈ ഡിസൈൻ അത്ര പോരാ, അല്ലെങ്കിൽ ഈ സാരി അത്ര പോരാ, ഡ്രസ്സ് പോരാ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നെഗറ്റീവ് അടിക്കുക. അതിലേറെ എത്രയോ ആളുകൾ അതിനെക്കുറിച്ച് നല്ലത് പറഞ്ഞു, അതൊന്നും നമ്മളെ മൈൻഡിലില്ല. അപ്പൊ നമ്മുടെ ചിന്ത എന്താണ്, എല്ലാവരും അംഗീകരിക്കണം, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളായിക്കോട്ടെ, നമ്മുടെ മെറ്റീരിയൽസ് ആയിക്കോട്ടെ, എല്ലാവരും അംഗീകരിക്കണം എന്നുള്ളൊരു ചിന്ത. പക്ഷെ സത്യം പറഞ്ഞാല് ഈ ഭൂമിയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാവരും അംഗീകരിച്ച് നമുക്കൊന്നും നേടാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. ഇനി നമുക്ക് സന്തോഷം കിട്ടാത്തതിന്റെ 5ാമത്തെ റീസൺ എന്താണെന്നറിയോ, നമ്മുടെ സമൂഹത്തിന്റെ ഒരു സമ്മർദ്ദം. ഉദാഹരണത്തിന്, ഞാനൊരു മിനിമലിസ്റ്റ് ആണ് വിചാരിക്കുക, എനിക്ക് കുറച്ച് കാര്യങ്ങൾ മതി,
ഞാനത് സന്തോഷിക്കാം, ഒരു ചെറിയ വീടോ ചെറിയ ജോലിയോ കാര്യങ്ങളൊക്കെ മതി, ഞാൻ ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്. പക്ഷേ സമൂഹത്തിന്റെ ഒരു സമ്മർദ്ദം, ആളുകൾ എൻ്റെ അടുത്ത് പറയാണ്, നിനക്ക് നല്ല ജോലി സാലറി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്നിട്ടിപ്പം ഇതാണോ നീ വെച്ച വീട്, കുറച്ചുകൂടെ വലിയ വീട് അല്ലെങ്കിൽ കുറച്ച് നല്ലൊരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാറോ ഫോണൊക്കെ വാങ്ങാലോ നിനക്ക്, എന്തിനാ ഇങ്ങനെ പിശിക്കി ജീവിക്കണ് എന്നൊക്കെ പറയും മനുഷ്യന്മാർ. അപ്പൊ നമ്മൾ ചിന്തിക്കും, കുറച്ചും കൂടെ ആളുകളൊക്കെ അങ്ങനെ പറയുന്ന കുറച്ചുകൂടെ ഒരു നല്ലത് ജീവിക്കാം അല്ലെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പോ ഈ സമൂഹത്തിന്റെ സമ്മർദ്ദം മനുഷ്യനെ സന്തോഷമില്ലാത്തൊരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇനി 6ാമത്തെ റീസൺ ആണ് നമുക്ക് ഭാവിയെ കുറിച്ചൊരു ഭയം. നമ്മൾ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മിതമായ എല്ലാതും ഉണ്ടാവും, പക്ഷെ നാളെ എൻ്റെ കുടുംബം എന്താവും, അല്ലെങ്കിൽ ഇതിലും പോരല്ലോ, അവർക്കത് മതിയാവില്ലല്ലോ, അപ്പൊ കുറച്ചുകൂടി ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്ത. അതുകൊണ്ട് എന്താ, നമുക്ക് ഇന്നത്തെ സന്തോഷങ്ങൾ അനുഭവിക്കാൻ പറ്റൂല, നമ്മൾ നാളത്തേക്കുള്ള കാര്യങ്ങളുടെ പിന്നാലെ പോവുകയാണ്, അത് നേടിയെടുക്കണം, അത് ചെയ്യണം എന്നുള്ളൊരു ചിന്താഗതി. ഇനി മറ്റൊരു കാരണമാണ് ഈ സന്തോഷം എന്നുള്ള കാര്യത്തിൽ നമ്മൾ തെറ്റായി നിർവചിക്കുന്നുണ്ട്. അതായത് പുറമെയുള്ള കാര്യങ്ങളാണ് നമുക്ക് സന്തോഷം തരുന്നത്, അല്ലെങ്കിൽ കുറെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് സന്തോഷം നൽകുന്നുള്ള ഒരു ചിന്താഗതി, ഒരു തെറ്റായ ചിന്താഗതി നമുക്കുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ എന്താണ് സന്തോഷം ഉണ്ടാവേണ്ടതെന്നുള്ളത് നമ്മൾ ആലോചിക്കണില്ല. നമ്മളെപ്പോഴും ആലോചിക്കുകയാണ്, എനിക്ക് അത് കിട്ടിയാൽ ഞാൻ സന്തോഷിക്കും, അല്ലെങ്കിൽ മറ്റത് കിട്ടിയാൽ ഞാൻ സന്തോഷിക്കും. പക്ഷെ അത് കിട്ടിക്കഴിഞ്ഞാല് പുതിയ ലക്ഷ്യം വേറെ വരും. അതാണ് യാഥാർത്ഥ്യം. ഇനി 8ാമത്തെ റീസൺ എന്താണെന്നറിയോ, മനുഷ്യൻ എപ്പോഴും ഒരു അപ്ഡേറ്റഡ് ആവണം എന്നുള്ളൊരു ചിന്താഗതിയാണ്. അത് നല്ല സ്വഭാവമാണ്, അതുകൊണ്ടാണല്ലോ ആളുകൾ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തണമെന്ന് തേടി പോകുന്നതും. പക്ഷെ അതിനൊരു നെഗറ്റീവ് വശമുണ്ട്. നമ്മൾ പുതിയ കാര്യങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ ഇപ്പോൾ ഉള്ളത് എന്താണോ എന്നുള്ളത് നമ്മൾ മറന്നു പോകുന്നുണ്ട്, അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ള സമയം കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇനി വേണം, അല്ലെങ്കിൽ ഇനി മുന്നോട്ട് പോകണം എന്നുള്ളൊരു ചിന്ത മാത്രം. ഇതും നമ്മുടെ സന്തോഷം കെടുത്തുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാരണമാണ്. ഇനി 9ാമത്തെ റീസൺ എന്താണെന്നറിയോ, നമുക്കുള്ളതില് നമ്മൾ നന്ദിയുള്ളവരല്ല എന്നുള്ളതാണ്. നല്ലൊരു കുടുംബം അല്ലെങ്കിൽ സുരക്ഷിതമുള്ള ഒരു ജീവിത പശ്ചാത്തലം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മനുഷ്യന് അത് തന്നെ ധാരാളമാണ്. നല്ല ആരോഗ്യം, ജീവിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മനുഷ്യന് അത് മതി. പക്ഷെ അതിലൊന്നും നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല, അതൊന്നും പോരാ എന്നുള്ള ഒരു ചിന്ത. നമുക്കില്ലാത്തത് എന്താണോ അതിനെ കുറിച്ചുള്ള ഒരു ആദി, നമുക്കിതില്ലല്ലോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അതുണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത. പക്ഷെ ആ ഒരു സ്വഭാവം മാറ്റി നമുക്കുള്ളത് എന്താണോ അതിനെ കുറിച്ച് ചിന്തിച്ച് അതിൽ നന്ദി പറയാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഇനി 10ാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിന്റെയൊക്കെ യഥാർത്ഥ അർത്ഥം എന്താണ്, ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നുണ്ട്. നമുക്ക് കുറെ കാര്യങ്ങൾ നേടാം, ആളുകളുടെ ഇടയിൽ ഷോ കാണിക്കണം, വലിയ ആളാവണം എന്നുള്ളൊരു ചിന്തയും അതിന്റെ പിന്നാലെ പോക്കുവാകുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് എന്താണോ ഉള്ളത്, അല്ലെങ്കിൽ നമുക്കുണ്ടാവുന്ന സന്തോഷങ്ങൾ, നമുക്കുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ മറന്നു പോവുകയാണ്. എത്രയോ ചെറ്റ കുടിലുകളിൽ താമസിക്കുന്ന ദരിദ്രരാണെങ്കിൽ കൂടി ഭയങ്കര ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന എത്ര മനുഷ്യന്മാരുണ്ടെന്നറിയാം. അപ്പോൾ സന്തോഷം എന്നുള്ളത് നമ്മുടെ മനസ്സിനകത്ത് വരേണ്ടതാണ്. അത് കുറെ മെറ്റീരിയലായിട്ടോ കുറെ കാര്യങ്ങൾ നേടണോ എന്നുള്ളതല്ല. നമ്മുടെ ഉള്ളിലുള്ള സാറ്റിസ്ഫാക്ഷൻ, സന്തോഷം, അതാണ് നമ്മുടെ യഥാർത്ഥ സമ്പത്ത് എന്ന് പറയുന്നത്. അപ്പോ മനുഷ്യന്റെ ആഗ്രഹങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല, ഒന്നിനു പിറകെ ഒന്നായിട്ട് ഇങ്ങനെ പോവുകയാണ് ഒരു ചെയിന് പോലെ. അപ്പൊ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം, നമുക്ക് സന്തോഷം തരുന്നത് നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾക്കാവണം. നമ്മൾ എന്തിലാണോ സാറ്റിസ്ഫൈഡ് ആവണം, മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിക്കണ്ട, ആളുകൾ എന്ത് പറയണമെന്നോ അല്ലെങ്കിൽ അവരുടെ അപ്രിസിയേഷൻ വേണമെന്നും നമ്മൾ ആലോചിക്കണ്ട. നമുക്കുള്ളിൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ, അതായിരിക്കണം നമ്മുടെ സന്തോഷത്തിന്റെ അടിസ്ഥാനം. ഇത്തരത്തില് ജീവിതത്തിൽ ഒരു പൊളിച്ചെഴുത്ത് നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മരണം വരെ ഹാപ്പി ആയിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണേ. പുതിയൊരു വിഷയമായിട്ട് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇതുവരേക്കും ഗുഡ് ബൈ.